നമ്മുടെ ഈ സാധാരണക്കാരന് പറ്റിയ മോഡൽ ഇതാണ്. ഇത് ഇന്ത്യൻ വുഡാണ്, MDF അല്ല. ഇത് റോയൽ കളക്ഷനിൽ പെട്ട വാൾ ലൈറ്റുകളാണ്, സെറാമിക് ആണ്. ഇതൊക്കെ ന്യൂ മോഡലാണ്. സെറാമിക്കിന്റെ കളറൊന്നും പോവില്ല, ഗ്യാരണ്ടി കൊടുക്കാം. ഇത് 3 ലൈറ്റ് ഉണ്ടല്ലേ? 3 കളർ ഉണ്ട്. ഒരു ലൈറ്റ് മേടിക്കാൻ വന്നാലും 100 ലൈറ്റ് മേടിക്കാൻ വന്നാലും അവരെല്ലാവരും ഒരേ തട്ടിലാണ് ഞാൻ കാണുന്നത്. തൃപ്തനാക്കിയേ വീട്ടുള്ളൂ. അതെനിക്ക് കമ്പൽസറി ആണ്. വീടിന്റെ ഇന്റീരിയറിന്റെ ലൈറ്റ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് കടയിൽ പോകാൻ നേരത്ത് നമ്മൾ എപ്പോഴും നോക്കാറുള്ളത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഐറ്റംസ് അവിടെ കിട്ടുമെന്ന്, അതുപോലെ നല്ല കളക്ഷൻസ് എവിടെ കിട്ടുമെന്നാണ് ആദ്യം നോക്കണം. ഇതിലുപരി നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പെരുമാറുന്ന, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മനസ്സിലാക്കിയ ഐറ്റംസുകൾ തരുന്ന ഒരു ഷോപ്പ് എവിടെയായിരിക്കും നമുക്ക് ആലോചിക്കാറുണ്ട്. അതിന് പറ്റിയ ഒരു ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊച്ചിയിലെ ഫ്ലവർ ജംഗ്ഷൻ അടുത്തുള്ള MG റോഡ് ഫ്ലവർ ജംഗ്ഷൻ അടുത്തുള്ള യൂണിയൻ ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ്. ഇതാണ് ബോസ്, ഈ സ്ഥാപനത്തിന്റെ ഓണർ. എല്ലാവരും സ്നേഹപൂർവ്വം ബോസേട്ടൻ എന്ന് പറയും. ബോസേട്ട, എന്താണ് നമ്മുടെ ഓണർ തന്നെയാണ് ചായ ഉണ്ടാക്കി കസ്റ്റമറിന് വരുമ്പോ തന്നെ കൊടുക്കുന്നത്? എന്താണ് അതിന്റെ ഒരു രഹസ്യം? നമ്മൾ സാധനം മേടിക്കുന്ന ആളുടെ സംതൃപ്തിയാണ്. നമ്മൾ അവർക്ക് ലൈറ്റ് മാത്രമല്ല ചായയും കൊടുത്ത് അവർ സന്തോഷത്തോടെ തിരിച്ചയക്കണം. അത് ഷോപ്പിംഗ് ചെയ്യുന്ന നല്ല സംതൃപ്തിയോടെ മടങ്ങണം. അതാണ് നമ്മുടെ അത് നേരിട്ട് കൊടുത്ത് ലൈവ് ഓണർ തന്നെ ലൈവായി ചായ ഉണ്ടാക്കി കൊടുക്കണം. ചായ വേണ്ടവർക്ക് ചായ, കാപ്പി വേണ്ടവർക്ക് കാപ്പി. അതൊരു പുഞ്ചിരിയോടെ കസ്റ്റമറിനോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ അപൂർവമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് എനിക്ക് മനസ്സിലായത്. അതങ്ങനെ 10-20 കൊല്ലായി ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു കോഫി ഷോപ്പ് തന്നെ തുടങ്ങണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ നീങ്ങുന്നത്. ഒരു ദിവസം 150 ചായയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഇതിപ്പോ എത്ര വർഷത്തോളമായി? ഇത് 40 വർഷമായി ബിസിനസ് നടത്തിക്കൊണ്ട്. ലൈറ്റിങ്ങിന്റെ ഇപ്പൊ ആളുകളുടെ ട്രെൻഡ് അനുസരിച്ചും ഇപ്പൊ മാറിക്കൊണ്ടിരിക്കും. ചൈനയിൽ ഇറങ്ങിയാൽ 20-ാം ദിവസം ഇവിടെ ലൈറ്റ് എത്തിയിരിക്കും. ആ രീതിയിലുള്ള സെറ്റിംഗ്സ് ആണ്. കസ്റ്റം മേക്കിംഗ് അത് വേറെ. നമ്മൾ ഇഷ്ടത്തിന് നെറ്റിൽ നിന്ന് എന്ത് ഡിസൈൻ എടുത്താലും നമ്മൾ അപ്പൊ തന്നെ കസ്റ്റം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഓരോന്നും നമുക്കൊന്ന് വിശദീകരിച്ച് കാണാം ബോസേട്ടിന്റെ കളക്ഷൻസ്. ബോസേട്ട, ഈ വോൾ ലൈറ്റ്സുകളുടെ കളക്ഷൻസ് അതൊക്കെ? വോൾ ലൈറ്റ് ഇത് സിമ്പിൾ ആണ്, സിമ്പിൾ ലൈറ്റ് ആണ്. ഇനി അതിലും കുറഞ്ഞത് വേണമെങ്കിൽ ഇതും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് റെയിൻബോ കളറാണ്. ഇത് ലൈറ്റ് ഉൾപ്പെടെയാണ് വരുന്നത്? അല്ല, ബൾബ് എല്ലാം സെപ്പറേറ്റ് ആണ് വരുന്നല്ലേ? പിന്നെ ഓരോരുത്തർ വാട്ട്സ് കൂടിയ ബൾബ് ഇടുന്നു. ഇതതിന്റെ ഇത് വേറൊരു റേഞ്ച്. മാറ്റ് കളറാണ്, മാറ്റ് ഗോൾഡ്. ഇത് കൊള്ളാലോ, ഇത് നല്ലൊരു ഫിറ്റിംഗ്സ് ഉണ്ട്. സിമ്പിൾ ആണ്, അത് വേണ്ട മിന്നും. ഇങ്ങനെ ക്രിസ്റ്റൽ ഗ്ലാസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇനി ഇത് ഏറ്റവും കൂടുതൽ വിറ്റൊഴിയണാണ്. അത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. സിമ്പിൾ ആണ്. ഇത് ആന്റി കളക്ഷൻ ആണ്. ആന്റി കളക്ഷൻസ് ഹാൻഡ് മെയ്ഡ് ആ ഒരു പാറ്റേൺ വരുന്നത് അതല്ല, ഇത് ഇന്ത്യക്കാരന്റെ ആണ്, ഫിറോസാബാദ് നിന്ന് വരുന്നതാണ്. അതാണ് ബോഡി അലൂമിനിയം. ഇത് കൊള്ളാലോ, ഇവിടെ കുറച്ച് നല്ല മോഡൽസ് ഉണ്ടല്ലോ. ഇതൊക്കെ ആർക്കിടെക്ട് മൈൻഡ് ആണ് ചേട്ടാ. ആർക്കിടെക്ട് ഡിസൈൻ ആണ്. ഹോട്ടൽസിലൊക്കെ ഉള്ള ടൈപ്പ് ഒരു മോഡൽ. പല തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള വാൾ ലൈറ്റ്സുകളും ഹാങ്ങിങ് ലൈറ്റ്സുകളും ഷാങ്ഡർ ലൈറ്റ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം 300 രൂപ മുതൽ വാൾ ലൈറ്റ്സുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഭംഗി, അതിൻ്റെ വലിപ്പം, അതിൻ്റെ റോയൽ ഫീലിംഗ് ഇതനുസരിച്ച് ഓരോ ലൈറ്റുകൾക്കും വിലക്ക് മാറ്റങ്ങളുണ്ട്. എന്ത് വന്നാലും നമ്മൾ എവിടെ കിട്ടുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള റേറ്റിലും അതിൻ്റെ ക്വാളിറ്റിയിലും ഭംഗിയിലും ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. ഇത് കുറച്ച് റോയൽ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഉണ്ട്, ബ്രാസും ഗ്ലാസും കൂടി. ഇതെങ്ങനെ തുറക്കാം, ഓരോരെണ്ണം മതി, നല്ലൊരു ഫീലാണ്. വേറെ കളക്ഷൻ ഒരു റോയൽ സ്റ്റൈലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് വേണമായിരിക്കും ഇത് പറ്റിയതാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള വീടിനൊക്കെ റൂംസിനൊക്കെ പറ്റിയൊരു കുറച്ച് മോഡൽസ് ആണിത്. ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. അതിന് വേറെ കളക്ഷൻ, ഇതൊരു നല്ലൊരു കളക്ഷനാണ്. ഇനി ബ്രാസിമേ തന്നെ ബ്ലാക്ക് പെയിന്റിങ് കൊടുത്തിട്ട് ഇത് നല്ല ലൈഫ് കിട്ടണം, 100 ഇയർ ഗ്യാരണ്ടി. ഇതിവിടെ റാഡല്ല, പട്ടയാണ്. ഇതിന്റെ ബ്രാസ് റാഡാണ്, അതാണ് അത്ര കോസ്റ്റ്ലി വരുന്നത്. ഇത് ബ്രാസിന്റെ സീലിംഗ് ലൈറ്റ്, റോയൽ കളക്ഷൻ ആണത്.
ഇത് റോയൽ കളക്ഷനിൽ പെട്ട വാൾ ലൈറ്റുകളാണ്. ഇത് സിറാമിക് ആണ്. ഇതൊക്കെ ന്യൂ മോഡലാണ്. സെറാമിക്കിന്റെ കളറൊന്നും പോവില്ല, ഗ്യാരണ്ടി കൊടുക്കാം. ഇതാ ഈ ചുമരുമേ ഷെയ്ഡ് വരും, ഇതിലിങ്ങനെ ഷെയ്ഡ് വരും. ഇതാ ഈ ഷെയ്ഡ് ഇങ്ങനെ കാണിക്കാൻ പറ്റും, ഷെയ്ഡ് വരുന്നു. ഒരു വീടിനകത്ത് കോട്ടിങ് അതുപോലെ സെറാമിക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത്. 3-in-1 ലൈറ്റ് ആണ്. ഏകദേശം നമ്മുടെ കോർട്ട്യാർഡ് അതുപോലെ സിറ്റ് ഔട്ട്, ഡൈനിങ് ഏരിയയുടെ വാൾസിൽ, ബെഡ്റൂമിൽ തന്നെ ഇടാൻ പറ്റിയ കുറച്ച് നല്ല മോഡൽസുകളാണ്. ഇതൊരു റോയൽ കാറ്റഗറിയിൽ പെട്ട കുറച്ച് മോഡൽസുകളാണ്. കോപ്പർ ഫിനിഷിങ്ങിൽ വരുന്ന മെറ്റാലിക് ലൈറ്റുകളാണ് ഇത്. 3-in-1. ഇതിൽ വാമും ന്യൂട്രൽ വൈറ്റും ഇനി 3 ലൈറ്റുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഒറ്റ സ്വിച്ചിൽ തന്നെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇത് ലിവിങ് റൂം, ഡൈനിങ്, കോർട്ട്യാർഡ് ഇവിടെ എല്ലാം പറ്റിയതാണ്. ബഡ്ജറ്റ് വൈസും ഇത് റേറ്റ് കുറവുള്ള ലൈറ്റ്സുകളാണ്. വാൾ വാഷിംഗ് ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ വുഡാണ്, MDF അല്ല. ഒറിജിനൽ വുഡിൽ നമ്മൾ ഗ്ലാസ് ഇട്ട് നമ്മൾ തന്നെ മേക്ക് ചെയ്യണതാണ്. വുഡിലാണ് ഈ ലാംപ്സുകളൊക്കെ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇതിന് കുറച്ച് ബഡ്ജറ്റ് വൈസ് കുറവായിട്ടുള്ള ഒരു ലൈറ്റുകളാണ്. ഏത് കാറ്റഗറിയിലെ ആൾക്കാർക്കും ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള മോഡലുകളാണ്. എന്നാൽ കാണാനായിട്ടാണ് നല്ല ലുക്കും ഉണ്ട്. ഇത് ബൾബ് വിത്തൗട്ട് ബൾബിലാണ് ഇത്രയും ലാമ്പുകളൊക്കെ വരുന്നത്. ഇതിനെല്ലാം എഗെയിൻസ്റ്റ് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഡബിൾ ബൾബിൻ്റെ വരുന്നുണ്ട്, സിംഗിൾ ബൾബിൻ്റെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഏത് കാറ്റഗറി കുറഞ്ഞ ബഡ്ജറ്റുള്ളവർക്ക് എല്ലാവർക്കും പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫിറ്റിങ്സുകളാണ്. ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അവരെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടാലും കൃത്യമായിട്ട് എൻ്റെ റേറ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോറൂം വിസിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവമായിരിക്കും. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്. ഇതാണ് പുതിയ ലൈറ്റ്. ഇത് സിറാമിക് ആണ്. ഓരോ ഫ്ലവറും ഇത് 3 കളറും മാറ്റാം. ഇതിന് ഇതിൽ 3 കളറാക്കി ഇടാൻ പറ്റും. 3 കളറാക്കാം. ഈ പൂക്കളുടെ കളർ മാറി മാറി വരുത്താം. ഇതിന്റെ എങ്ങനെയാണ് കളറ് ചേഞ്ച് ചെയ്യാൻ? ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. 3 കളറിൽ കത്തിക്കാൻ പറ്റും. 3 കളറായി മാറ്റാം ഈ ഫ്ലവറിനെ. നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതെല്ലാം ഊരിയെടുക്കാം. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇതാണ് പാറ്റും പുതിയത്. ഞാൻ അതിന്റെ തൊട്ട് പിന്നിൽ നിൽക്കണ അതിന്റെ വേറെ ഡിസൈൻ. 800 സൈസ് ആണ്. 1 മീറ്ററിന് സ്വല്പം കുറവ്. 800 സൈസ് ആണ് ഇതിന്റെ വലിപ്പം. ഇനി അതിന്റെ തന്നെ തൊട്ട് ചെറുതുണ്ട്. ഇതാകുമ്പോ 600. ഇത് നല്ലൊരു ഡിസൈനാണ്. ഇനി അതിന്റെ ഈ ഡൈനിങ്ങിന്റെ മുകളില് ഇനി ഇതിന്റെ തന്നെ ചെറുത്. ഇനി അതിന്റെ തന്നെ ചെറുത്. ഇനി ഗ്ലാസുകളാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഏത് തരം ഗ്ലാസ്? ഇപ്പൊ നമ്മുടെ ഡൈനിങ് റൂമിന്റെ അല്ലെങ്കിൽ ഒരു ലിവിംഗ് റൂമിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റിയ പുതിയ ഡിസൈനുകൾ. ലേറ്റസ്റ്റ് വന്നേക്കുന്ന കാറ്റഗറിയാണ്. ഇത് ലേറ്റസ്റ്റ് കാറ്റഗറിയാണ്. ഇതിന്റെ വേറെ ഡിസൈൻ. ഇതിന്റെ ഇവിടെ കത്തിച്ചത് ഇവിടെ ഉണ്ട്. അതിൽ 2 കളർ ഉണ്ട്. ആർക്കിടെക്ട് മെയിൻ ആർക്കിടെക്റ്റുകൾ ഇതാണ് എടുക്കുന്നത്. നല്ല പുതിയ ഐറ്റാണ് അത്. ഇത് കൊള്ളാല്ല, നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ഈ ലൈറ്റ് ഇപ്പൊ പുതിയതാണ്. ഇതിന്റെ ഹാൻഡിൽസ് നമുക്ക് മാറ്റാം. ഏത് ഇഷ്ടപ്പെടുന്ന ഡിസൈനുകൾ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ പ്രത്യേകത. ഗ്ലാസ് മാറ്റാം. ഇതിന്റെ ഹാൻഡിൽസ് സ്ലിം ആക്കണമെങ്കിൽ സ്ലിം ആക്കാം. ഇപ്പൊ കാണുന്നത് ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നല്ലതാണ്. ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് ഇടാം. ഇനി 1 എണ്ണം വേണ്ട, 3 എണ്ണം ഒരു ചാനലിൽ വേണമെങ്കിൽ അങ്ങനെ നിർത്താം. ഇതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് പറ്റിയ ഡിസൈനുകളാണ്. ഇനി വൈറ്റ് കളർ വേണം, സ്മോക്ക് കളർ വേണമെങ്കിൽ സ്മോക്ക് കളർ ആക്കാം. ഇതൊരു പുതിയൊരു മോഡലാണ്. ഇതൊന്ന് കളർ വാമാക്കി. ഇതൊരു പുതിയ ഡിസൈനാണ്. ഇതൊന്ന് റോയൽ കളക്ഷൻ. റോയൽ കളക്ഷൻസ് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതും പുതിയൊരു മോഡലാണ്. ഇത് ഈ ഡൈനിങ് റൂം അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ കോർണറിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ഇല്ല. അതായത് സ്റ്റെയർ കേസിന്റെ മുകളിൽ, അതുപോലെ ലോങ് കോർട്ട്യാർഡ് ഉള്ളതിന്റെ മുകളിലേക്ക് ഇടാൻ പറ്റിയ ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. അത് വുഡിന്റെ ഷെയ്ഡിലും വരുന്നുണ്ട്, മെറ്റലിൽ വരുന്നുണ്ട്. മെറ്റലിൽ പൗഡർ കോട്ടഡ്, ബ്ലാക്ക് പൗഡർ കോട്ടഡിൽ സെറ്റായിട്ട് വരുന്നുണ്ട്. 3 സെറ്റ് വീതം പല മോഡൽ പല ഷേപ്പിലും ഇവർ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ. ഇതിന് ഏകദേശം 1000 ചില്ലുവാൻ രൂപക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിന് മുകളിലേക്കാണ് റേറ്റ് വരുന്നത്. ഇത്തിരി ബഡ്ജറ്റ് കുറവായിട്ടാണെങ്കിലും ഇങ്ങനെ ഹാങ്ങിങ് 3
ലാംപ്സിൻ്റെ ഹാങ്ങിങ് ഉള്ള പറ്റിയ മോഡലാണ്. റേറ്റ് കുറവായിട്ടുള്ളതും ബഡ്ജറ്റ് കുറവായിട്ടുള്ളതുമായ മോഡൽസുകൾ അടുത്തുള്ളത്. ബ്രോക്കൻ പാറ്റേണിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റ്സുകളാണ്. നിറയെ കല്ലുകളും ഗ്ലാസ്സുകളും പിടിപ്പിച്ചേക്കുന്ന മോഡൽസ്. ഇത് ഇവിടെ തന്നെ മേക്ക് ചെയ്തേക്കുന്ന മോഡൽസുകളാണ്. ഇതിനും 3 പീസിൻ്റെ വരുന്നുണ്ട്, 4 പീസിൻ്റെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. ഇതൊരു മൊറോക്കൻ പാറ്റേണിൽ വരുന്ന ഇൻറ്റീരിയർ റൂംസിനൊക്കെ പറ്റിയ മോഡൽസാണിത്. കെയിനിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ അതിൽ. ഇത് കൊള്ളാല. ഇതൊരു പഴയ രീതിയിലുള്ള ഒരു ഡിസൈൻസ്. ഇതെങ്ങനെ ഇത് ട്രീറ്റഡ് ആണ്? ട്രീറ്റ് ചെയ്തിട്ടുള്ള കൊട്ടകളാണ്. ഒരു കാലത്ത് നാശാവില്ല. 8 കൊല്ലം പഴക്കമുള്ള കൊട്ട എന്റെ വീട്ടിലുണ്ട്. ആഹാ, ഇപ്പോഴത് ഒരു കുഴപ്പമില്ലാണ്ടിരിക്കും. ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ആഹാ, ട്രീറ്റ് ചെയ്തുകൊണ്ട് കംപ്ലൈന്റ് വരില്ല, പിന്നെ പൊടി വരില്ല, കളർ പോവില്ല. ഈ ഒരു ഡിസൈൻ മഴയത്തുള്ളവർക്കെല്ലാം പറ്റിയ ഒരു മോഡൽസുകളാണ്. ഒരു വെറൈറ്റി ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. എല്ലാ ഹോട്ടലുകളും ഇത് ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എന്ത് പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതാകുമ്പോ 750 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 750 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ഇത് ഇന്ത്യക്കാരൻ്റെയാണ്. ഇതാകുമ്പോ 300 റേറ്റ് ഉള്ളു. നാട്ടിലെ പൗഡർ വരും, കുറച്ച് കഴിഞ്ഞാൽ കുത്തിൽ വരും. അതിന് നമുക്ക് ഇനി ഗേറ്റ് ലൈറ്റിലേക്ക് പോയാലോ? ഗേറ്റ് ലൈറ്റിലേക്ക് പോകാം. അതൊക്കെ പുതിയത് അലൂമിനിയം കാസ്റ്റേൺ ആണ്. ഒരു കാലത്ത് നാശാവില്ല, തുരുമ്പിടിക്കില്ല. 40 കൊല്ലം ലൈഫ് കിട്ടിയിട്ടുണ്ട്. ഇതാകുമ്പോ 750, 600, അതിനേക്കാളും കുറച്ചും കൂടിയത് 900, 2000, 150, 1500, ഏത് റേഞ്ചിൽ വേണമെങ്കിലും ഉണ്ട്. ഇതാകുമ്പോ റോയൽ കളക്ഷൻ. ഇതാകുമ്പോ 4500. അതിന്റെ തന്നെ വേറെ ഡിസൈൻ 4500. മറ്റുള്ള കടകളിൽ 9000 ഒക്കെയാണ് റേറ്റ്. നമ്മളവിടെ സാധാരണ കടകളിൽ നിന്നും പകുതി വില വരുന്നുള്ളൂ. ഇത് ബൈപ്പാസിലെ കടകളിൽ 10,000, 9,000. നമ്മൾ 4500. അതൊന്നും ഡിസ്കൗണ്ട് പിന്നെയും കൊടുക്കും. അതാകുമ്പോ അലൂമിനിയം കാസ്റ്റ്. ഇതാകുമ്പോ 1500 രൂപ വരും. ഇത് ടോട്ടൽ ബോഡി അലൂമിനിയം. ഇത് ടോട്ടൽ ബോഡി ബ്രാസ്. ഇതെന്താണ്? സോളാർ? ഇത് സോളാർ അല്ല, ഇത് അലൂമിനിയം. ഗാർഡൻ ലൈറ്റ് വേണമെങ്കിൽ ആക്കാം, ഗേറ്റ് ലൈറ്റ് ആക്കാം. എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതാകുമ്പോ 1600. ഇനി ഇത് ഏക്കറിലേക്ക് കേരളത്തിൽ ഉണ്ടാക്കണ, വാടാനപ്പള്ളിയിൽ ഉണ്ടാക്കണ ലൈറ്റ് ആണ്. 400 റുപ്പീസ്. 400 രൂപയ്ക്ക്. ഈ നെറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീല്, തുരുമ്പിടിക്കില്ല. പ്രീമിയം. ഇത് പ്രീമിയം റേഞ്ചുകളാണ്. ഇതൊക്കെ ഈ ലീഫിന്റെ ഒക്കെ ഇപ്പൊ പുതിയതാണ്. ഇത് സെറാമിക് വിത്ത് ഗോൾഡ് പ്ലേറ്റിങ്. ഒരു കാലത്തും കളർ പോലും ഇങ്ങനെ ഷെയ്ഡ് വരും. ഇത് വേറെ. ഇത് ഏക്കർലിക്കിന്റെ ട്യൂബ് ഇട്ട് കയറ്റി ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഇത് മാർബിൾ ആണ്. ഈ പീസ് റയർ കളക്ഷൻ ആണ്. ഇത് മാർബിളിന്റെ ലോങ്, അതതിന്റെ ഷോർട്ട്. ഇതൊക്കെ നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നതാണ്. സാറിന് ഏത് ഡിസൈനിൽ എത്ര ബൾബിന്റെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇതൊക്കെ ന്യൂ അറൈവലാണ്. ഇതൊക്കെ ന്യൂ അറൈവലാണ്. ഡിസൈനുകളാണ്. ഇതിങ്ങനെ ബേഡ്. ഇത് ബേഡ് മെറ്റൽ ബോഡിയാണ്. ഗോൾഡ് പ്ലേറ്റിംഗ് മെറ്റൽ ബോഡിയാണ് ഈ ബേഡിന്റെ. ഇതാകുമ്പോ ഒരു കാലത്ത് നാശാവില്ല. വാഷ് ബേസിൽ വെക്കാൻ പറ്റിയ ലൈറ്റ്. ഇത് വാഷ് ബേസിന്റെ അവിടേക്ക് വെക്കണ ലൈറ്റുകള്. ഇതൊക്കെ എന്ത് സ്റ്റാർട്ടിങ്? സ്റ്റാർട്ടിങ് 500 റുപ്പീസ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. 500 രൂപ. 3 കളറാവും. 500 വരുന്ന ലൈറ്റ് ആണ്. പിന്നെ അതിന്റെ കൂടിയത് 1000 രൂപ. ഇത് 1250 രൂപ. അതിന്റെ വേറെ മോഡലുകള്. ഇതിങ്ങനെ വളയ്ക്ക ഓടിക്കാം, 3 കളറാക്കാം. 1000, 1250 രൂപയിൽ ഒരുവിധം കളക്ഷൻസ് എല്ലാം കിട്ടും. ഏറ്റവും കുറഞ്ഞത് 500 രൂപ. 500 രൂപ സ്റ്റാർട്ടിങ് വരും. ഇത് ടേബിൾ ലാമ്പ്, പെഡസ്റ്റൽ ലാമ്പ് എന്ന് പറയും. ഇത് ഏത് ഡിസൈൻ എത്ര ഹൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വേണമെങ്കിൽ ഗ്ലാസ് ചൂസ് ചെയ്യാം. ഇത് ബാമ്പു ആണ് ഇട്ടിരിക്കുന്നത്. ബാമ്പു അല്ലാണ്ട് ഷെയ്ഡ് വേണമെങ്കിൽ ഷെയ്ഡ് ആക്കാം. ഇനി എത്ര ഹൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അത് കസ്റ്റം മേക്കിംഗ് ആണ്. നല്ല ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ലൈറ്റുകൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു നോക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ വലിപ്പം ആദ്യം മനസ്സിലേക്ക് കടന്നു വരണം. വീട് വലിപ്പമുള്ള മുറികളുള്ളതാണോ വലിയ മുറികളുള്ളതാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം ലൈറ്റുകൾ തിരഞ്ഞെടുക്കാൻ. വലിയ മുറികൾ, അതുപോലെ ഹൈറ്റുള്ള മുറികളാണെങ്കിൽ വലിയ ഫിറ്റിങ്സുകൾ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ മുറികളാണെങ്കിൽ ചെറിയ ലൈറ്റുകൾ, ചെറിയ ഫിറ്റിങ്സുകളാണ് പ്രത്യേകം എടുക്കേണ്ടത്. അതല്ലെങ്കിൽ വലിയ ഫിറ്റിങ്സുകളൊന്നും ചെറിയ മുറികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ഭംഗിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല മിക്ക വോൾ ലൈറ്റ്സുകളും വോൾ വാഷിംഗ് ആയിട്ട് വരുന്നത്, അതായത് മതിലുകളിൽ
ഭംഗി കൂട്ടാൻ മാത്രമായിട്ടാണ് വരുന്നത്. നമ്മുടെ മുറികളിലേക്ക് എത്രത്തോളം ലൈറ്റുകൾ വരുന്നുണ്ടെന്ന് പ്രത്യേകം നോക്കി മേടിക്കേണ്ടതാണ്. തന്നെ ലൈറ്റുകൾ 3 തരത്തിലാണ് വരുന്നത്. വാം വൈറ്റ് വരുന്നുണ്ട്, വാം ലൈറ്റ് വരുന്നുണ്ട്, വൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കി വേണം. വാം ലൈറ്റ് കൂടുതൽ റൂമുകൾ ഗ്ലാമറസ് ആകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് ലൈറ്റ് കൂടുതൽ റീഡിംഗ് പർപ്പസിന്, വായനാശീലമുള്ള മുറികളിൽ കൊണ്ട് വാം ലൈറ്റുകൾ ഒരിക്കലും ഇടരുത്. അത് വായനക്കും നമുക്ക് കാഴ്ചയിലും അത് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ലൈറ്റുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ലൈറ്റുകൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും വീടുകളിൽ എത്രത്തോളമാണ് ലൈറ്റുകളുടെ പ്രാധാന്യം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയുവാനും വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കൂടുതൽ അറിയുവാൻ എൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യുക. ഇങ്ങനെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് എല്ലാം ഒരേപോലെയാണ് നിങ്ങളുടെ? നമ്മൾ ഒരു ലൈറ്റ് മേടിക്കാൻ വന്നാലും 100 ലൈറ്റ് മേടിക്കാൻ വന്നാലും അവരെല്ലാവരെയും ഒരേ തട്ടിലാണ് ഞാൻ കാണുന്നത്. അവരെല്ലാം തൃപ്തനാക്കിയേ വീടുള്ളൂ. അതെനിക്ക് കമ്പൽസറി ആണ്. ബിസിനസിനേക്കാളും മെയിൻ അതാണ്. നമ്മൾ അവരെ സംതൃപ്തനാക്കി ഒരു ലൈറ്റ് മേടിക്കാൻ വന്നാലും 10 ലൈറ്റ് മേടിക്കാൻ വന്നാലും 100 ലൈറ്റ് മേടിക്കാൻ വന്നാലും അവരെ എല്ലാവരെയും ഒരേ തട്ടിൽ ഞാൻ കാണും. അതാണ് എന്റെ ബിസിനസിന്റെ വിജയം. അത് തന്നെയാണ് ഒരു കസ്റ്റമറിന് വേണ്ട. ഒരു സാധനം ഡിസ്കൗണ്ടിലും കളക്ഷനും ഉപരി നല്ലപോലെ പെരുമാറി അവരുടെ ഇഷ്ടം അനുസരിച്ച് പെരുമാറി തൃപ്തിയോടെ സാധനങ്ങളായിട്ട് വീട്ടിൽ പോകുന്നതാണ് ഒരു സന്തോഷമാണ്. തൃപ്തിയോടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമറിന്റെ സന്തോഷം തന്നെ. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം.